കോഴിത്തനയിൽ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ എഴുതിയത് എന്താ എഴുതിയത്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട്, അതിനാലെല്ലാം ഹറാമാകുന്നു. ഈ ചോദ്യത്തിൽ അങ്ങനെ ജിന്നിനോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് ശിർക്കാണ് എന്ന് പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ പറയുന്നു, അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് സഹായം തേടിയാൽ അതിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. അതിന് തെളിവ് ചോദിച്ചപ്പോഴാണ്, വാദപ്രതിവാദത്തിൽ തെളിവ് ചോദിച്ചപ്പോഴാണ് ആയത്ത് ഓതി കേൾപ്പിച്ചത്. ദീർഘമായി അത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംസാരം നമുക്കറിയാം. ഇവിടെ ഈ വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിന് ശേഷം ഇവരുടെ വിശദീകരണങ്ങൾ ഉണ്ടായി, കാര്യങ്ങളുണ്ടായി. ഈ രണ്ട് വാദപ്രതിവാദങ്ങളിലും നടന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി അബ്ദുറഹ്മാൻ സലഫി വിശദീകരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. നിങ്ങള് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ആണ് ഇവിടുത്തെ വാദം. ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് ഉണ്ടോ ഇല്ലേ എന്നല്ല. നിങ്ങളെ സംവാദത്തിന്റെ വ്യവസ്ഥ അതല്ല. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസിയത്തു ശിർക്കായവയും ഉണ്ട്, അതിനാൽ എല്ലാം ഹറാമാകുന്നു. ആ വ്യവസ്ഥ അനുസരിച്ച് നടന്ന സംവാദത്തിൽ നാസിർ സുല്ലമിന്റെ ചോദ്യം അതല്ല. നിങ്ങൾ ആ ചോദ്യത്തിനൊന്നുമല്ല മറുപടി, നിങ്ങൾക്ക് തോന്നിയതാ പറഞ്ഞത്. അതിനാണ് ഈ തൊള്ളി തോന്നിയത് പറഞ്ഞതിനാണ് ദുർവ്യാഖ്യാനം. അങ്ങനെ കണ്ടില്ലേ? ഈ ചോദ്യം അവിടെ ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? നാസിർ സുല്ലമിയുടെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന വാദത്തിന്, നിങ്ങൾ ഈ ഉന്നയിക്കുന്ന വാദത്തിന് എന്താണ് നിങ്ങൾക്ക് തെളിവ് പറയാനുള്ളത് എന്നായിരുന്നു നാസിർ സുല്ലമിയുടെ ചോദ്യം. എൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക. ഇതാണ് എൻ്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണമെന്ത്? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. നാസിർ സുല്ലമിന്റെ ചോദ്യം കേട്ടോ. ആ ചോദ്യത്തിനാണ് ഫൈസൽ മുസ്ലിയാർ മറുപടി പറയേണ്ടത്. അരി എത്ര, പയറഞ്ഞായി എന്നല്ല പറയേണ്ടത്. അരി എത്ര പറഞ്ഞാൽ അരി നാഴിയാണെങ്കിൽ നാഴിന്ന് പറ, അരി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. അതല്ലാതെ പയറഞ്ഞാഴി, പയറ് 10 കിലോ എന്നല്ല മറുപടി. ഇസ്തിംതാഇന്റെ ആയത്തോതിയിട്ട് ഇസ്തിംതാഇൽ ഇസ്തിആനത്തും പെടും എന്നല്ല. ഇസ്തിംതാഇൽ ഉൾപ്പെടുന്ന ഇസ്തിആനത്ത് വസീലത്തു ശിർക്കാണ് എന്ന ആയത്തിനുണ്ടോ? ഖുർതുബിയിലുണ്ടോ? ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് ചോദ്യം. അതാണ് മർമ്മം. ചിലപ്പോൾ നിങ്ങൾ മർമ്മം കാണൂല. അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹരി. നിങ്ങൾ ളുലുമാത്തുൽ ബർറിലും ബഹറിലും ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാവൂല എന്ന് വിചാരിക്കണ കൂട്ടരാ, അത് ന്യായീകരിക്കണ കൂട്ടരാണ്. അപ്പൊ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് ഉണ്ട് എന്നതിന് പ്രമാണം എന്ത് എന്നല്ല ചോദ്യം. ശരിക്കും മനസ്സിലാക്കിക്കോളി. അപ്പൊ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിനുള്ള മറുപടി എന്നുള്ള നിലക്ക് അവിടെ പറഞ്ഞത് അതാണ്. തെൽബീസ് ഇബ്ലീസ് എന്ന കിതാബ് എനിക്ക് ഓർമ്മ വന്നത്. അതാണ് നിങ്ങൾ ചെയ്ത തെൽബീസ് ഫൈസൽ എന്നൊരു കിതാബ് എഴുതണമെന്ന് എനിക്ക് തോന്നിയത്. ഇത് രണ്ടും ഞാൻ പറയേണ്ടായ കാരണം അതാണ്. ഇത് തെൽബീസാണ്. ഇസ്തിആനത്തിന് തെളിവ് അരി എത്ര, പയറഞ്ഞായി. അഞ്ഞാഴി എന്നുള്ളതേ കേൾക്കുള്ളൂ, പയറിന് അപ്പുറത്തുള്ളത് കേൾക്കൂല. മനസ്സിലായോ? ഞങ്ങൾ പയറ് എന്നുള്ളത് കേട്ടിട്ട് അഞ്ഞാഴി കേൾക്കുള്ളൂ. കാരണം അരി എത്രയെന്നാ ഞങ്ങളെ ചോദ്യം. അതിന് പയറഞ്ഞാഴി എന്ന് പറഞ്ഞാൽ പയറുകൊണ്ട് കഴിച്ചിലാകണ്ട, അരി തന്നെ എത്ര ഉണ്ട് എന്ന് അറിയണം. നിങ്ങളടുത്ത് ഒരു മണി അരിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അഞ്ഞാഴി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അതിന്റെ മുമ്പത്തെ വാക്ക് അരിയാണോ പയറാണോ എന്ന് ഞങ്ങൾ നോക്കും. അവിടെ നിങ്ങൾ കുടുങ്ങിയത്. അത് ഇതേപോലെ തന്നെ നിങ്ങളെ മറുപടിയിൽ എന്താണെന്നറിയോ? അപ്പോൾ നാസിർ സുല്ലമിയുടെ ചോദ്യം, ഈ വാദത്തിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യ അഭൗതികമായ ജിന്ന്, ആ ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ വസീലത്ത് ശിർക്കുണ്ട്. അതിൽ മുസ്ലിം ജിന്നിനെ പ്രത്യേകമായി ഇവർ പറയുന്നത് കൊണ്ട് മുസ്ലിം ജിന്നി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്താ തെളിവുള്ളത്? ആ ചോദ്യത്തിനാണ് ഫൈസൽ മുസ്ലിയാരുടെ മറുപടി ആയത്തുണ്ടോ എന്ന് ചോദിച്ചു. ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്.
ധാരാളം വചനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്കായതിന് ആയത്തോതേണ്ട കാര്യമില്ലല്ലോ. എന്ന ആയത്ത്, വമൻ അളലു മിമ്മൻ യദ്ഉ എന്ന ആയത്ത് എല്ലാം ശിർക്കായ തേട്ടത്തിന് തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 128-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീയത്തു ശിർക്കായതിന് 1 ആയത്തും ഓതി. ഇപ്പൊ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണ് എന്നതിന് 2 ആയത്തോതി, വസീലത്ത് ശിർക്കായതിന് 1 ആയത്തോതി. ഇതിനെയാണ് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞത്. നാസർ സുല്ലമി അവിടെ വെച്ച് തന്നെ പറഞ്ഞു, ഇത് കാന്തപുരമായ തോതിയതുപോലെയാണ് എന്ന്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്കായതിന് ആയത്തോതേണ്ട കാര്യമില്ലല്ലോ. ശിർക്കായതിനും അല്ല മൂപ്പര് ഓതിയത്, കാരണം അതിന് ആവശ്യമില്ലല്ലോ എന്ന് മൂപ്പര് പറയാ. എന്നിട്ട് ഓതി ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്ത്, വമൻ അളലു എന്ന ആയത്ത് എല്ലാം ശിർക്കായ തേട്ടത്തിനുള്ള തെളിവാണ്. ഈ പറഞ്ഞ രണ്ടും ശിർക്കായ തേട്ടത്തിനുള്ള തെളിവാണ്. വസീലത്ത് ശിർക്ക് അല്ലാത്ത ഇസ്തിംതാഇനുള്ള തെളിവല്ല. പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ തിരുത്തും. എല്ലാം ശിർക്കായ തേട്ടത്തിനുള്ള തെളിവാണ്. എല്ലാം ശിർക്കായ തേട്ടത്തിനുള്ള തെളിവാണ്. ഇനി വസീലയായതുണ്ടോ എന്നാണോ? തീർച്ചയായും ഉണ്ട്. വസീലയായ സഹായതേട്ടുണ്ടോ? അതാ ഫൈസൽ മുസ്ലിയാരിനെ നാസർ സുല്ലമിന്റെ ചോദ്യത്തിൽ നിന്ന് എടുത്തു ചോദിക്കുന്നത്. അപ്പൊ ആയത്തോതിയില്ല എന്ന് പറയേണ്ട, എന്തിനോതിയിട്ടില്ല? സഹായതേട്ടത്തിൽ വസീലത്ത് ശിർക്കുണ്ട് എന്നതിന് ഫൈസൽ മുസ്ലിയാർ എന്ന ഈ ഒറ്റമൂലി ആയത്തുമായി നടക്കുന്ന ഞാൻ ഓതിയിട്ടില്ല എന്ന് പറയണ്ടാൻ. അല്ലേ? കഴിച്ചിലാവൂല. നിങ്ങൾ ചിരിച്ചിട്ടും കാര്യമല്ല, ചിരിപ്പിച്ചിട്ടും കാര്യമല്ല, ചിരിക്കാൻ ആളുകളെ കൂടെ കൊണ്ടുവന്നിട്ടും കാര്യമല്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് നിങ്ങൾ രക്ഷപ്പെടൂല. നോക്കിക്കോ, ശിർക്കായതിന് 2 ആയത്തോതി. കേട്ടോ ഫൈസൽ മുസ്ലിയാരെ വാചക. വസീലത്തു ശിർക്കായതിന് 1 ആയത്തോതി. അപ്പൊ എന്തിനാ ഓതിയത്? ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് ഉണ്ട് എന്നതിന് 1 ആയത്തോതി എന്നല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സത്യാന്വേഷികളെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് ഫൈസൽ മുസ്ലിയാരുടെ കാസറ്റ് നിങ്ങൾ കേട്ടാൽ, കോഴിച്ചന സംവാദ കാസറ്റ് കേട്ടാൽ ഈ വാചകങ്ങൾ നിങ്ങൾക്ക് അതിൽ കേൾക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീയത്തു ശിർക്കായതിന് 1 ആയത്തും ഓതി. ശിർക്കായതിന് 2 ആയത്തോതി, വസീലത്തു ശിർക്കായതിന് 1 ആയത്തോതി. ഓതിയതെന്തിനാ? വസീലത്ത് ശിർക്കിനാണ്. അത് മൂപ്പര് തന്നെ തുറന്നു പറഞ്ഞു, ഞാനല്ല. ഫൈസൽ മുസ്ലിയാർ തന്നെ തുറന്നു പറഞ്ഞു. അപ്പൊ 2 ആയത്ത് ശിർക്കിനും 1 ആയത്ത് വസീലയായതിനും. എന്നാ വസീലയായതിന് പിന്നെ മൂപ്പര് ശിർക്കായതിനേക്കും കൂടി കൂട്ടിങ്ങാണ്ട് 3 ആയത്ത് മൊത്തത്തിൽ ശിർക്കിന്. ശിർക്കിന് ആരാ നിങ്ങളോട് ആയത്ത് ചോദിച്ചത്? ശിർക്കിന് നിങ്ങളോട് ചോദിച്ചോ? അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞായി എന്ന് പറയുന്ന മറുപടി തന്നെ. അതാണ് നിങ്ങളെ കോട്ടിമാട്ടൽ. തെൽബീസ് എന്ന് പറഞ്ഞത് അതാ. അത് ഞങ്ങളെടുത്ത് നടക്കൂല. നിങ്ങൾക്ക് അവിടുന്ന് പോന്നതിന് ശേഷം കുറച്ചതൊക്കെ പഠിപ്പിച്ചെന്നത് ഞങ്ങൾ തന്നെ. പക്ഷേ ഈ ജാതിയല്ല ഞങ്ങൾ പഠിപ്പിച്ചത്. ഇതേറ്റ് ഞങ്ങളെടുത്തേക്ക് ഇങ്ങനെ തിരിച്ചു വന്നാൽ ഇതുള്ളവനെ പിടിക്കാനാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഇതേറ്റ് ഞങ്ങളെ നേരെ ചാടാനല്ല. മനസ്സിലായില്ലേ? വക്കീലിനോടും പെപ്പെപ്പേ എന്ന് പറഞ്ഞില്ലേ? വക്കീലിൻ്റെ അടുത്ത് പെപ്പെപ്പെ നടക്കൂല. കാരണം പൊട്ടനാന്ന് പറഞ്ഞ കോടതിയിൽ നിന്ന് കഴിച്ചാകണം. അപ്പം എന്ത് ചെയ്തു? വക്കീൽ പഠിപ്പിച്ചെടുത്താ ജഡ്ജി എന്ത് ചോദിച്ചാൽ എന്നിങ്ങനെ പറയാന്ന. അപ്പൊ ബബ എന്ന് പറഞ്ഞ് അങ്ങനെ വക്കീൽ മൂപ്പരൊരു നല്ല വക്കീലിനേക്കാൾ യോഗ്യത ഉള്ള വളവനാ. അപ്പം വക്കീൽ പറഞ്ഞു എൻ്റെ ഫീസ് 10,000. അപ്പം ബബ്ബ എന്ന് വക്കീൽ കോളറിന് പിടിച്ച് ബബ്ബ എൻ്റെ അടുത്ത് നടക്കൂല, ബബ്ബ കോടതിയിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ച് ആ ബബ്ബ ഇങ്ങോട്ട് പറ്റൂല, ബബ്ബ നടക്കുന്നിടത്ത് പറ്റിയാൽ മതി. അതിനാണ് ഒപ്പം ആ ടൈപ്പായ, ഞാൻ പറയുന്നില്ല ബാക്കി കാര്യങ്ങൾ. മൊത്തത്തിൽ ഇനി അടുത്ത ചോദ്യം, അതിൻ്റെ പിന്നത്തെ ചോദ്യം, ഇതിലൊക്കെ താങ്കൾ ഓതിയ ആയത്ത് വിശദീകരിച്ച് ഏത് സ്വഹാബിയാണ് വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞത്? ഇതാണ് നാസിർ സുല്ലമിൻ്റെ ചോദ്യം. താങ്കൾ ഓതിയ ആയത്ത്
യൗമഹ്ശുറുഹും ജമീഅൻ യാ മാശറൽ ജിന്നി എന്ന് തുടങ്ങി റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ വബലഗനല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്? ഏത് സഹാബിയാണ് ഈ ആയത്ത് ഉദ്ധരിച്ച് വസീലത്ത് ശിർക്കാണ് എന്ത് ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന് പറഞ്ഞത്? അല്ലാതെ ഇബ്നു അബ്ബാസ് അതിലുണ്ട്, ഇബ്നു അബ്ബാസിന്റെ വാചകം അതിലുണ്ട്, ഖുർത്തുബി പറഞ്ഞ വാചകം അതിലുണ്ട്, ഖുർത്തുബി ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട്. മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഖുർത്തുബി പേറി നടന്നിട്ട് കാര്യമല്ല, കുറച്ചും കൂടി പേറേണ്ടി വരും. ജിന്നിനോടുള്ള സഹായ തേട്ടം അത് ഇസ്തിംതായിലെ ഇനമായ ഇസ്തിആനത്താണെങ്കിലും ഇസ്തിംതായിലെ ഇനമല്ലാത്ത ഇസ്തിആനത്താണെങ്കിലും ജിന്നിനോടുള്ള സഹായതേട്ടമാകുന്ന ഇസ്തിആനത്ത് വസീലത്തു ശിർക്കാണെന്ന് ഈ ആയത്തിലുണ്ടോ? ഇബ്നു അബ്ബാസ് ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ഈ വസീലത്തു ശിർക്കാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഖുർത്തുബി ജിന്നിനോടുള്ള ഇസ്തിആനത്ത് വസീലത്തു ശിർക്കാണെന്ന് പറഞ്ഞത് ഖുർത്തുബിയിൽ നിന്ന് വായിച്ചു തെളിയിക്കാമോ? നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, കബളിപ്പിച്ചു, അട്ടിമറി നടത്തി, തിരിമറി നടത്തി എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ എല്ലാ പദങ്ങളും ഇൻറ്റു 10 ഇരട്ടി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാണ്. നിങ്ങൾ അതൊക്കെ ചെയ്തത് എന്തിനാണെന്നറിയോ? ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദത്തിന് ആയത്ത് ചോദിച്ചപ്പോൾ അതിന് തെളിവായിട്ടാണ് നിങ്ങൾ ഈ ഒരായത്തോതിയത്. തീർച്ചയായും ഉണ്ട്, ധാരാളം വചനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്കായതിന് ആയത്തോടേണ്ട കാര്യമില്ലല്ലോ. ശിർക്കായതിനും അല്ല മൂപ്പര് ഓതിയത്, കാരണം അതിന് ആവശ്യമില്ലല്ലോ എന്ന് മൂപ്പര് പറയാ. എന്നിട്ട് ഓതി ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്ത്, വമൻ അദല്ലു എന്ന ആയത്ത്. എല്ലാം ശിർക്കായ തേട്ടത്തിനുള്ള തെളിവാണ്. ഈ പറഞ്ഞ രണ്ടും ശിർക്കായ തേട്ടത്തിനുള്ള തെളിവാണ്, വസീലത്ത് ശിർക്ക് അല്ലാത്ത ഇസ്തിംതാഇനുള്ള തെളിവല്ല. പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ തിരുത്തും. എല്ലാം ശിർക്കായ തേട്ടത്തിനുള്ള തെളിവാണ്, എല്ലാം ശിർക്കായ തേട്ടത്തിനുള്ള തെളിവാണ്. ഇനി വസീലയായതുണ്ടോ എന്നാണോ? തീർച്ചയായും ഉണ്ട്. വസീലയായ സഹായവേട്ടുണ്ടോ? അതാ ഫൈസൽ മുസ്ലിയാരിനെ നാസർ സുല്ലമിന്റെ ചോദ്യത്തിൽ നിന്ന് എടുത്തു ചോദിക്കുന്നത്. അപ്പൊ ആയത്തോതിയില്ല എന്ന് പറയേണ്ട, എന്തിനോതിയിട്ടില്ല? സഹായതേട്ടത്തിൽ വസീലത്ത് ശിർക്കുണ്ട് എന്നതിന് ഫൈസൽ മുസ്ലിയാർ എന്ന ഈ ഒറ്റമൂലി ആയത്തുമായി നടക്കുന്ന ഞാൻ ഓതിയിട്ടില്ല എന്ന് പറയണ്ടാൻ. അല്ലേ? കഴിച്ചിലാവൂല. നിങ്ങൾ ചിരിച്ചിട്ടും കാര്യമല്ല, ചിരിപ്പിച്ചിട്ടും കാര്യമല്ല, ചിരിക്കാൻ ആളുകളെ കൂടെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് നിങ്ങൾ രക്ഷപ്പെടൂല. നോക്കിക്കോ, ശിർക്കായതിന് 2 ആയത്തോതി. കേട്ടോ ഫൈസൽ മുസ്ലിയാരെ വാചക. വസീലത്തു ശിർക്കായതിന് 1 ആയത്തോതി. അപ്പൊ എന്തിനാ ഓതിയത്? ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് ഉണ്ട് എന്നതിന് 1 ആയത്തോതിയല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സത്യാന്വേഷികളെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് ഫൈസൽ മുസ്ലിയാരുടെ കാസറ്റ് നിങ്ങൾ കേട്ടാൽ, കോഴിച്ചന സംവാദ കാസറ്റ് കേട്ടാൽ ഈ വാചകങ്ങൾ നിങ്ങൾക്ക് അതിൽ കേൾക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീലത്തു ശിർക്കായതിന് 1 ആയത്ത് മോദി. ശിർക്കായതിന് 2 ആയത്തോതി, വസീലത്തു ശിർക്കായതിന് 1 ആയത്തോതി. ഓതിയത് എന്തിനാ? വസീലത്ത് ശിർക്കിനാണ്. അത് മൂപ്പര് തന്നെ തുറന്നു പറഞ്ഞു, ഞാനല്ല. ഫൈസൽ മുസ്ലിയാർ തന്നെ തുറന്നു പറഞ്ഞു. അപ്പൊ 2 ആയത്ത് ശിർക്കിനും 1 ആയത്ത് വസീലയായതിനും. എന്നാ വസീലയായതിന് പിന്നെ മൂപ്പര് ശിർക്കായതിനേക്കും കൂടി കൂട്ടിങ്ങാണ്ട് 3 ആയത്ത് മൊത്തത്തിൽ ശിർക്കിന്. ശിർക്കിന് ആരാ നിങ്ങളോട് ആയത്ത് ചോദിച്ചത്? ശിർക്കിന് നിങ്ങളോട് ചോദിച്ചോ? അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞായി എന്ന് പറയുന്ന മറുപടി തന്നെ. അതാണ് നിങ്ങളെ കോട്ടിമാട്ടൽ തെൽബീസ് എന്ന് പറഞ്ഞത്. അതാ അത് ഞങ്ങളെടുത്ത് നടക്കൂല. നിങ്ങൾക്ക് അവിടുന്ന് പോന്നതിന് ശേഷം കുറച്ചതൊക്കെ പഠിപ്പിച്ചെന്നത് ഞങ്ങൾ തന്നെ. പക്ഷെ ഈ ജാതിയല്ല ഞങ്ങൾ പഠിപ്പിച്ചത്. ഇതേറ്റ് ഞങ്ങളെടുത്ത് ഇങ്ങനെ തിരിച്ചു വന്നാല് ഇതുള്ളവനെ പിടിക്കാനാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഇതേറ്റ് ഞങ്ങളെ നേരെ ചാടാനല്ല. മനസ്സിലായില്ലേ? വക്കീലിനോടും പെപ്പെ എന്നറിഞ്ഞില്ലേ? വക്കീലിന്റെ അടുത്ത് പെപ്പെ നടക്കൂല. കാരണം പൊട്ടനാന്ന് പറഞ്ഞ കോടതിയിൽ നിന്ന് കഴിച്ചാകണം. അപ്പൊ എന്ത് ചെയ്തു? വക്കീല് പഠിപ്പിച്ചെടുത്താ ജഡ്ജി എന്ത് വെച്ചാൽ എന്നിങ്ങനെ പറയാന്ന്. അപ്പൊ ബബ എന്ന് പറഞ്ഞ് അങ്ങനെ വക്കീല് മൂപ്പരൊരു നല്ല വക്കീലിനേക്കാൾ യോഗ്യത ഉള്ള വളവനാ. അപ്പം വക്കീൽ പറഞ്ഞു എന്റെ ഫീസ് 10,000. അപ്പൊ ബബ്ബ എന്ന് വക്കീല് കോടതി പിടിച്ച് ബബ്ബ എന്റെ അടുത്ത് നടക്കൂല, ബബ്ബ കോടതിയിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ച് ആ ബബ്ബ ഇങ്ങോട്ട് പറ്റൂല, ബബ്ബ നടക്കുന്നിടത്ത് പറ്റിയാൽ മതി. അതിനാണ് ഒപ്പം ആ ടൈപ്പായ
ഞാൻ പറയുന്നില്ല ബാക്കി കാര്യങ്ങൾ. മൊത്തത്തിൽ ഇനി അടുത്ത ചോദ്യം, അതിന്റെ പിന്നത്തെ ചോദ്യം, ഇതിലൊക്കെ താങ്കൾ ഓതിയ ആയത്ത് വിശദീകരിച്ച് ഏത് സ്വഹാബിയാണ് വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞത്? ഇതാണ് നാസിർ സുലൈമിന്റെ ചോദ്യം. താങ്കൾ ഓതിയ ആയത്ത് യൗമഹ്ശുറുഹും ജമീഅൻ യാ മാശറൽ ജിന്നി എന്ന് തുടങ്ങി റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ വബലഗനല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്? ഏത് സഹാബിയാണ് ഈ ആയത്ത് ഉദ്ധരിച്ച് വസീലത്ത് ശിർക്കാണ് എന്ത് ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന് പറഞ്ഞത്? അല്ലാതെ ഇബ്നു അബ്ബാസ് അതിലുണ്ട്, ഇബ്നു അബ്ബാസിന്റെ വാചകം അതിലുണ്ട്, ഖുർത്തുബി പറഞ്ഞ വാചകം അതിലുണ്ട്, ഖുർത്തുബി ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട്. മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഖുർത്തുബി പേറി നടന്നിട്ട് കാര്യമില്ല, കുറച്ചും കൂടി പേറേണ്ടി വരും. ജിന്നിനോടുള്ള സഹായത്തേട്ടം അത് ഇസ്തിംതായിലെ ഇനമായ ഇസ്തിആനത്താണെങ്കിലും ഇസ്തിംതായിലെ ഇനമല്ലാത്ത ഇസ്തിആനത്താണെങ്കിലും ജിന്നിനോടുള്ള സഹായതേട്ടമാകുന്ന ഇസ്തിആനത്ത് വസീലത്തു ശിർക്കാണെന്ന് ഈ ആയത്തിലുണ്ടോ? ഇബ്നു അബ്ബാസ് ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ഈ വസീലത്തു ശിർക്കാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഖുർത്തുബി ജിന്നിനോടുള്ള ഇസ്തിആനത്ത് വസീലത്തു ശിർക്കാണെന്ന് പറഞ്ഞത് ഖുർത്തുബിയിൽ നിന്ന് വായിച്ച് തെളിയിക്കാമോ? നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, കബളിപ്പിച്ചു, അട്ടിമറി നടത്തി, തിരിമറി നടത്തി എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ എല്ലാ പദങ്ങളും ഇൻറ്റു 10 ഇരട്ടി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. നിങ്ങൾ അതൊക്കെ ചെയ്തത് എന്തിനാണെന്നറിയോ? ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്ന വസീലത്തു ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദത്തിന് ആയത്ത് ചോദിച്ചപ്പോൾ അതിന് തെളിവായിട്ടാണ് നിങ്ങൾ ഈ ഒരായത്തോതിയത്. കേട്ടു നമ്മൾ ചോദ്യവും അതിന്റെ ഉത്തരവും. അല്പം ദീർഘമാണെങ്കിലും ഞാൻ ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് കേൾപ്പിച്ചത്. കാരണം കോഴിച്ചനയിലെ സംവാദത്തിൽ ഈ ആയത്തോതി, ആ ആയത്ത് ദുർവ്യാഖ്യാനമാണെന്ന് നമ്മൾ പറഞ്ഞപ്പോഴാണ് പത്തപ്പിരിയത്ത് വെച്ച് അബ്ദുറഹ്മാൻ സലഫിയുമായി സംവാദം നടക്കുന്നത്. ആ വിഷയത്തിൽ ഇപ്പോ ഈ വിസ്ഡംവാദികളുടെ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന അബ്ദുൽ മാലിക് സലഫി മൊറയൂർ എഴുതിയ പുസ്തകമാണിത്. ഈ സംവാദങ്ങളിലൂടെ കോഴിച്ചന പത്തപ്പിരിയൻ നന്ദി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ കോഴിച്ചന സംവാദത്തെ കുറിച്ച് എഴുതുന്നിടത്ത് ഈ അബ്ദുൽ മാലിക് സലഫി എഴുതുന്നു, ഫൈസൽ മുസ്മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ ഖുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത്. എന്തായിരുന്നു വാദം? ഞാൻ നേരത്തെ കൽപ്പിച്ചല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ വസീലത്തു ശിർക്കായതുണ്ട് എന്ന് പറയാനാണ് ഈ ആയത്തോതിയത്. ആ ആയത്തില് അങ്ങനെ അർത്ഥമുണ്ട് എന്ന് തന്റെ വാദം സ്ഥാപിക്കാൻ ഫൈസൽ മുസ്ലിയാർ വായിച്ചത് ഖുർത്തുബിയാണ് എന്ന് ഈ പുസ്തകത്തിൽ ആരെഴുതുന്നു? അബ്ദുൽ മാലിക് സലഫി എഴുതുന്നു, പുസ്തകത്തിന്റെ 31-ാമത്തെ പേജിൽ. എന്നാൽ ഇതേ പുസ്തകത്തിന്റെ 48-ാമത്തെ പേജിൽ പത്തപ്പിരിയൻ സംവാദത്തെ കുറിച്ച് എഴുതുന്നത്. അവിടെ അബ്ദുറഹ്മാൻ സലഫിയുടെ ചോദ്യം എന്തായിരുന്നു? വസീലത്തു ശിർക്ക് ഖുർത്തുബിയിൽ വായിക്കാനായിരുന്നു 2-ാമത്തെ ചോദ്യം. കാരണം വാദത്തിന് തെളിവായി ഖുർത്തുബി ഉദ്ധരിച്ചു എന്നാണ് ഇവർ പറഞ്ഞു നടന്നത്. അതാണ് ഇവർ നാട് മുഴുവൻ പ്രചരിപ്പിച്ചത്. ഞങ്ങളുടെ ഈ വാദത്തിന് ഖുർത്തുബിയുടെ തഫ്സീർ തെളിവുണ്ട് എന്നാണ് ഇവർ പറഞ്ഞു നടന്നത്. ചോദിച്ചു, എവിടെയാണ് ഖുർത്തുബിയിൽ അതുള്ളത്? ഫൈസൽ മുസ്ലിയാരുടെ മറുപടി ഇതേ പുസ്തകത്തിൽ എഴുതുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വായിക്കേണ്ടതുള്ളൂ, അങ്ങനെ പറഞ്ഞത് കാണിക്കൂ എന്നായിരുന്നു മറുപടി. ഈ പുസ്തകത്തിന്റെ 31-ാമത്തെ പേജ് പറയുന്നു, ഫൈസൽ മുസ്ലിയാർ വാദം സമർത്ഥിക്കാൻ ഖുർത്തുബിയാണ് തെളിവ് ധരിച്ചത്. 48-ാമത്തെ പേജിൽ പത്തപ്പിരിയൻ സംവാദത്തെ കുറിച്ച് പറയുമ്പോ ആ ഖുർത്തുബി വായിക്കാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ കാണിക്കേണ്ടതുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിനാണ് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചത്. ഒരു